സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തു വന്ന 33.5 വർഷം താൻ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ജീവിപ്പിച്ച് കുരുടർക്ക് കാഴ്ച നൽകി ചെകിടർക്ക് കേൾവി കൊടുത്ത് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തു 5 കോടതികളില് 6 പ്രാവശ്യം വിചാരണ ചെയ്യപ്പെട്ടിട്ടും യേശു ക്രിസ്തുവിൽ ഒരു പാപവും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാതിരിക്കെ കോടതി വിധിച്ചു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, ഒരു സംഘടന സ്ഥാപിക്കാനല്ല, ഇവിടെ ഒരു നേതാവാകാനല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കും പാപത്തിൽ നിന്നുള്ള രക്ഷ ഒരുക്കുവാനും ദൈവത്തോട് അടുപ്പിച്ചു കൊണ്ടുവരുവാനും ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്നും ദൈവത്തിന്റെ അടുക്കലേക്ക് നാം ഏവരും എത്തിപ്പെടണമെന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജന്മം എടുത്ത് ഇവിടെ വരുവാനും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനും ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉദ്ധരിക്കട്ടെ. വളരെ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ പേര് സക്കായി എന്നായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തില് ഒരിക്കലും ദൈവത്തിന്റെ സമാധാനമില്ലായിരുന്നു, ദൈവത്തിന്റെ രക്ഷയില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ താൻ പാർക്കുന്ന ഇടത്തുകൂടെ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ഒരു ദിവസം കടന്നുപോയ സമയം യേശു ക്രിസ്തു എങ്ങനെയുള്ള മനുഷ്യനെന്ന് കാണുവാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ശ്രമിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ പൊക്കത്തിൽ വളരെ നീളം കുറവുള്ള മനുഷ്യനായതുകൊണ്ട് ആ പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യേശു ആ വഴി വന്നപ്പോൾ യേശുവിനെ കാണാൻ ശ്രമിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, യേശു അത് വഴിയായി വരികയും ആ സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ കാട്ടത്തിയുടെ മുകളിൽ ഇരുന്ന അതേ സ്ഥലത്ത് താഴെ വന്ന് യേശു അവിടെ നിന്നുകൊണ്ട് സക്കായിയോട് വിളിച്ചു പറഞ്ഞു, സക്കായിയെ, വേഗം ഇറങ്ങി വാ. പ്രിയമുള്ളവരെ, യേശു ഇന്നും ജനത്തെ വിളിക്കുകയാണ്. ഇന്നും അനേകർക്ക് സമാധാനമില്ല. പണമുണ്ട്, വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്നാൽ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ല, കുടുംബത്തിന്റെ അകത്ത് രക്ഷയില്ല, കുടുംബത്തിന്റെ അകത്ത് മത്സരങ്ങളും കൊലപാതകങ്ങളും സമാധാനമില്ലാത്ത അനുഭവമുള്ള ഏതൊരു വ്യക്തിയെയും യേശു ക്രിസ്തു ഇന്ന് പകലും വിളിക്കുകയാണ്, ഇറങ്ങി വരണം. നാം എവിടെയെല്ലാം കയറിയിരുന്നാലും ഇറങ്ങി വരുവാനുള്ള ഈ സുവിശേഷ സന്ദേശത്തിലൂടെ യേശു നിങ്ങളെയും വിളിക്കുകയാണ്.